ഒരു ബലിപീഠവും ഒരു കുർബാനയും എന്ന വാക്യം ആദിമ ക്രൈസ്തവ സഭയിലെ അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് 2-ാം നൂറ്റാണ്ടിന്റെ ആരംഭം രചിച്ച ഫിലദെൽഫിയർക്കുള്ള കത്ത്, ഒപ്പം സ്മിർനായർക്കുള്ള കത്ത് എന്നിവയിൽ നിന്നാണ് ഉത്ഭവിച്ചത്. ഇഗ്നേഷ്യസ് പറയുന്നതനുസരിച്ച് ഒരു മെത്രാനും ഒരു ബലിപീഠവും ഒരു കുർബാനയും എന്ന ഏകതയാണ് സഭയുടെ ദൃശ്യരൂപം. ഈ ഏകത മിശിഹായുടെ ഏകബലിയും വിശ്വാസികളുടെ ഏക ശരീരവുമായ സഭയുടെ ഏക മനസ്കതയെ ഇത് പ്രതിനിധീകരിക്കുന്നു. ആദ്യകാല സഭയിൽ ഈ സിദ്ധാന്തം കുർബാന ഒരു വ്യക്തിഗത ചടങ്ങല്ല എന്നുള്ളതും മറിച്ച് മെത്രാന്റെ നേതൃത്വത്തിലുള്ള സമ്പൂർണ്ണ സഭയുടെ കൂട്ടായ ആരാധനയാണ് എന്നും ചൂണ്ടിക്കാട്ടി. പിന്നീട് പ്രത്യേകിച്ച് പാശ്ചാത്യ സഭയിൽ ഓരോ പുരോഹിതനും പ്രത്യേകമായി അർപ്പിക്കുന്ന സ്വകാര്യ കുർബാനകൾക്കായി നിരവധി ബലിപീഠങ്ങൾ ഒരേ പള്ളിയിൽ നിർമ്മിക്കുന്ന രീതി വളർന്നു വന്നു. ഇതിലൂടെ ആദിമസഭയുടെ ആ കൂട്ടായ്മയുടെയും ഏകതയുടെയും പ്രതീകാത്മകത നഷ്ടപ്പെട്ടു പോയി. എന്നാൽ പൗരസ്ത്യ സഭകൾ ഇപ്പോഴും ഒരു ദേവാലയത്തിൽ ഒരൊറ്റ ബലിപീഠം മാത്രമേ നിലനിർത്താറുള്ളൂ. അതുവഴി ഒരൊറ്റ ബലിപീഠം, ഒരൊറ്റ മെത്രാൻ, ഒരൊറ്റ മിശിഹായുടെ ശരീരം എന്ന ആധ്യാത്മിക ബന്ധം ഇപ്പോഴും അവർ സംരക്ഷിച്ചു വരുന്നു. കേരളത്തിലെ നിലവിലുള്ള പുരാതനമായ മിക്ക പൗരസ്ത്യ കത്തോലിക്ക, അകത്തോലിക്ക പള്ളികൾ പണിതത് പോർച്ചുഗീസ് റോമൻ കത്തോലിക്ക ബന്ധത്തിന്റെ സ്വാധീനത്തിലാണ്. അതിനാൽ ഒരേ പള്ളിയിൽ പ്രധാന ബലിപീഠം കൂടാതെ വശങ്ങളിലും 2-ഓ അതിലധികമോ ബലിപീഠങ്ങൾ പണിതിരുന്നു. പ്രധാന ത്രോണോസിൽ ഒരു വൈദികൻ കുർബാന അർപ്പിക്കുമ്പോൾ മറ്റു വൈദികർ വശങ്ങളിലുള്ള ചെറിയ അൾത്താരകളിൽ സ്വരം കുറച്ച് സ്വകാര്യമായി കുർബാന അർപ്പിക്കുന്ന പതിവ് റോമൻ കത്തോലിക്കർ കേരളത്തിലെ സുറിയാനി സഭകളിലും നടപ്പാക്കി. എന്നാൽ കാലക്രമേണ റോമൻ സഭ ഈ തെറ്റ് തിരുത്തുകയും സമൂഹ ബലി എന്ന ആശയത്തിലേക്ക് ചുവടുമാറുകയും ചെയ്തു. അതായത് ഒരു കാർമ്മികൻ അർപ്പിക്കുന്ന കുർബാനയിൽ മറ്റു വൈദികരും സഹകാർമ്മികർ ആകുന്നു. അങ്ങനെ ഒരു വീട്ടിൽ പല അടുക്കള എന്ന തെറ്റുതിരുത്തി ഒരു ബലിപീഠവും ഒരു കുർബാനയും എന്ന അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് പഠിപ്പിച്ച സിദ്ധാന്തം അവർ ഏറ്റെടുത്തു. എന്നാൽ അന്ത്യോക്യൻ പാരമ്പര്യം പിന്തുടരുന്ന കേരളത്തിലെ യാക്കോബായ ഓർത്തഡോക്സ് സഭകൾ ഇപ്പോഴും റോമൻ കത്തോലിക്കർ വേണ്ട എന്ന് വെച്ചതും അന്ത്യോക്യൻ ആരാധനാ പാരമ്പര്യത്തിൽ ഇല്ലാത്തതുമായ 3-ന്മേൽ കുർബാനയും 5-ന്മേൽ കുർബാനയും 51-ന്മേൽ കുർബാനയും ഒക്കെ ഇപ്പോഴും തുടരുന്നത് വൈരുദ്ധ്യമാണ്, തിരുത്തപ്പെടേണ്ടത് തന്നെയാണ്.